സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാം അളവിലുണ്ടാവും. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. വെള്ളരിക്ക എടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളരിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് വിളഞ്ഞ് പഴുത്തു പോകരുത്. ഞാനിനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളരിക്ക ഒരേ സൈസിൽ അരിഞ്ഞെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ അരിഞ്ഞെടുത്ത ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് ഈ അരിഞ്ഞെടുത്ത വെള്ളരിക്കയും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളരിക്ക വേവുന്നതിന് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തീ ഒരുപാടങ്ങ് കൂടി പോകണ്ട. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ്. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. കടുകും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചാൽ മാത്രം മതിയാകും. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. നമ്മുടെ വെള്ളരിക്ക ഇപ്പോൾ വെന്ത് കാണും. അടപ്പൊന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളരിക്കയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങാക്കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഈ തേങ്ങയുടെ ആ പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിരുന്ന ആ മിക്സിയുടെ ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ടയൊന്നുമില്ലാതെ തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്ത ഈ തൈര് നമുക്ക് ഈ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. വെള്ളരിക്കയിൽ പിടിച്ച് ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ച ആ തൈര് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒട്ടും കൂടാൻ പാടില്ല. തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഒന്നുകിൽ സ്റ്റവ് ഓഫ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ വെള്ളരിക്ക പച്ചടി കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഈ പച്ചടിക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് താളിച്ചിടാം. വെളിച്ചെണ്ണയിൽ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.